നമസ്കാരം. മ്യാൻമാർ അതിർത്തിയിലെ തങ്ങളുടെ ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തിയതായി നിരോധിത സംഘടനയായ ഉൾഫ. ഞായറാഴ്ച തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നാണ് ആരോപണം. എന്നാൽ ഇന്ത്യൻ സൈന്യം ഇത് നിഷേധിച്ചു. പരേഷ് ബറുവ നേതൃത്വം നൽകുന്ന ഉൾഫയുടേതാണ് ആരോപണം. മ്യാൻമറിലെ സഗൈങ്ങിലുള്ള തങ്ങളുടെ ക്യാമ്പുകളിൽ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയെന്നാണ് ആരോപണം. പുലർച്ചെ 2 മുതൽ 4 വരെ നാഗാലാൻഡിലെ ലോങ്വ മുതൽ അരുണാചൽ പ്രദേശിലെ പാങ്സോ പാസ് വരെയുള്ള മേഖലയിൽ ആക്രമണം നടത്തിയെന്നാണ് ഉൾഫ ആരോപിക്കുന്നത്. ആക്രമണത്തിൽ കമാൻഡർ മരിച്ചെന്ന് പോലും പ്രചരണമുണ്ട്. ഇസ്രയേൽ, ഫ്രാൻസ് നിർമ്മിത 150-ലേറെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും ഉൾഫ പ്രസ്താവനയിൽ ആരോപിച്ചു. ആക്രമണത്തിൽ നയൻ അസം, ഗണേഷ് അസം, പ്രദീപ് അസം എന്നിവർ കൊല്ലപ്പെട്ടുവെന്നും 19ഓളം പേർക്ക് പരിക്കേറ്റുവെന്നും പ്രസ്താവനയിൽ ആരോപിച്ചു. നയന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് രണ്ടാമത്തെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിലാണ് മറ്റ് 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതെന്നും അവർ ആരോപിക്കുന്നു. മ്യാൻമർ സൈന്യവുമായി സഹകരിച്ചാണ് ഈ ആക്രമണം നടത്തിയതെന്നും ആരോപിക്കുന്നു. എന്നാൽ ഗുവാഹത്തിയിലെ പ്രതിരോധ വക്താവ് ലഫ്റ്റനന്റ് കേണൽ മഹേന്ദ്ര റാവത്ത് ഇക്കാര്യം നിഷേധിച്ചു. ഇന്ത്യൻ സൈന്യത്തിന് അത്തരത്തിലൊരു ഓപ്പറേഷനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെന്ന് സൈന്യം അറിയിച്ചു. അസമിലെ വിഘടനവാദി സംഘടനയായ ഉൾഫയുടെ ഒരു വിഭാഗത്തെ നയിക്കുന്നത് പരേഷ് ബറുവയാണ്. ചൈനയിലെ യുനാൻ പ്രവിശ്യയിലാണ് പരേഷ് ബറുവ കഴിയുന്നതെന്നാണ് സൂചന. നേരത്തെ ഇന്ത്യയിലേക്ക് ആയുധക്കടത്ത് നടത്തിയ കേസിൽ ബറുവയെ ബംഗ്ലാദേശ് വെറുതെ വിട്ടിരുന്നു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നായിരുന്നു 2001 മുതൽ 2006 വരെ ഭരണം നടത്തിയിരുന്നത്. ഖാലിദ സിയ മന്ത്രിസഭയുടെ കാലത്താണ് പരേഷ് ബറുവയ്ക്ക് ബംഗ്ലാദേശ് അഭയം നൽകിയത്. ഇതിനിടെ ഉൾഫയ്ക്ക് വേണ്ടി 10 ലോഡ് ആയുധങ്ങൾ കടത്തിയത് 2004 ഏപ്രിലിൽ പിടികൂടി. 27,000 ഗ്രനേഡുകൾ, 180 റോക്കറ്റുകൾ എന്നിവയടക്കമുള്ള ആയുധങ്ങളാണ് ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് എത്തിച്ചു കൊടുത്തത്. തുടർന്ന് വന്ന ഷെയ്ഖ് ഹസീന മന്ത്രിസഭ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ഖാലിദ സിയ മന്ത്രിസഭയിലെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ലുത്ഫുസ്മാൻ ബാബർ, മന്ത്രിയും ജമാഅത്തെ ഇസ്ലാമി നേതാവുമായ മുദിയുർ റഹ്മാൻ നിസാമി, ഇന്റലിജൻസ് മേധാവി റസാഖുൽ ഹൈദർ ചൗധരി തുടങ്ങിയ 6 പേരെ കുറ്റവാളികളായി കണ്ടെത്തിയത്. ഇതിൽ നിസാമിയെ 1971 കൂട്ടക്കൊലക്കേസിൽ തൂക്കിലേറ്റി, മറ്റുള്ളവരെ കുറ്റവിമുക്തരാക്കി. ഇതിനിടെ ബറുവ ചൈനയിൽ അഭയം തേടുകയും ചെയ്തു.